ആധുനിക സമൂഹത്തിന്റെ കെട്ടുറപ്പിന് മതധാർമ്മിക വിദ്യാഭ്യാസം അനിവാര്യം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേവല സാക്ഷരതയും ഭൗതിക മേഖലയിലെ വളർച്ചയും കൊണ്ട് മാത്രം മനുഷ്യ സമൂഹത്തിന്റെ വ്യവസ്ഥാപിത വളർച്ച പൂർണ്ണമാവുകയില്ലെന്നും മതധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ കൂടി മാത്രമേ കെട്ടുറപ്പുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്നും പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. എടവണ്ണപ്പാറയിൽ ഈ വർഷത്തെ വാഫി നവാഗത സംഗമവും പഠനാരംഭവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. ഭൗതികമായിട്ടുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള മൂല്യങ്ങൾ, ആ ഓർമ്മകളിലൂടെ ആയിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇന്ന് ആധുനിക ന്യായാധിപന്മാർ പോലും വിലയിരുത്തുന്നത്. അവരതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുന്ന അതാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം, ആ റവന്യൂ വരുമാനം ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, ശാസ്ത്രീയ പുരോഗതിക്ക് വേണ്ടിയാണ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ലോകോത്തര സർവകലാശാലകളോട് കിടപിടിക്കുന്ന വാഫി സംവിധാനം സമൂഹത്തിൽ ഉണ്ടാക്കിയ ഉന്നമനം വളരെ വലുതാണെന്നും 2 പതിറ്റാണ്ട് കാലമായി വാഫി സംവിധാനത്തിലൂടെ അനേകം യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുവാൻ റഷീദിയ അറബി കോളേജിന് സാധിച്ചുവെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. റഷീദിയ അറബി കോളേജ് പ്രിൻസിപ്പൽ പാണക്കാട് സെയ്ദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. 2026-27 അക്കാദമിക് ഇയർ പഠനാരംഭത്തിന് പ്രിൻസിപ്പൽ പാണക്കാട് സെയ്ദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ തുടക്കം കുറിച്ചു. റഷീദിയ ജനറൽ സെക്രട്ടറി പി എ ജബ്ബാർ ഹാജി അളമരം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. CIC ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി മുഖ്യ പ്രഭാഷണം നടത്തി. ബഹിരാകാശത്ത് മനുഷ്യൻ ചെല്ലുമ്പോൾ ഭൂമിയുടെ ആ ആകർഷണ ശക്തി, ഗ്രാവിറ്റി, അതില്ലാതെ അവിടെ കൂടുതൽ കാലം നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗ്രാവിറ്റി ഇല്ല എന്നുള്ള ഈ അവസ്ഥക്ക് ഒരു പരിഹാരം എനിക്ക് തോന്നിയത് ഞാൻ എഴുതി അയച്ചു കൊടുത്തു. അവരത് വിശദമായിട്ട് പ്രബന്ധമാക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കണം. ഇറ്റലിയിലേക്ക് 88,000 ടിക്കറ്റൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്ത് 1.5 ലക്ഷം റുപ്യ അവർ കൊടുക്കും. ബാക്കി കൂടിയാലും കുറഞ്ഞാലും അടുക്കണം. ഇതിപ്പോൾ ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയാണെങ്കിൽ തിരക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫിസിക്സ് പഠിച്ചിരിക്കണോ? 10ാം ക്ലാസ് പഠിച്ചതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഫിസിക്സിൽ കുറച്ചൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിന് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി പഠിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഫണ്ടമെൻ്റൽസൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സയ്യിദ് BSK തങ്ങൾ, K റഹ്മാൻ ഫൈസി കാവനൂർ, കുട്ടി ഹസൻ ദാരിമി, നാസർ ഫൈസി കൂടത്തായി, അബൂബക്കർ ഫൈസി മലേമ, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, സുലൈമാൻ ഹാജി കങ്കാടി, ഫൈസൽ ബാംഗ്ലൂർ, ഇസ്ഹാഖ് വാഫി, അബ്ദുറഹ്മാൻ മൗലവി ഒമാനൂർ, നാസറുദ്ദീൻ ദാരിമി ചീക്കോട്, KM ചെറിയാപ്പു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. KM ബിച്ച് മോദി മാസ്റ്റർ, K ബീരാൻ ഹാജി ചീക്കോട്, ഷൗക്കത്ത് അലി ഹാജി അടൂരപ്പറമ്പ്, KP മുഹമ്മദ് ഹാജി, KO അലി ഹാജി, അബ്ദുള്ള വാവൂർ, M ഉണ്ണീൻ ഹാജി തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.